ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു പെൻസിൽ ഡ്രോയിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെൻസിൽ ഡ്രോയിങ് അതിൻ്റെ കൂടെ ഒരു നല്ലൊരു കഥയും കൂടി കേട്ടാലോ. അപ്പോൾ നമ്മൾ വരക്കുന്നത് ഒരു പിയർ ഡ്രോയിങ് ആണ്. അപ്പോൾ ആ പിയറിൻ്റെ ഒരു ബേസ് ആക്കിയിട്ട് നമുക്കൊരു കഥ പറയാം. പിയറിൻ്റെ മധുരത്തിൽ കളർന്ന ഒരു സത്യസന്ധതയുടെ കഥ. ഇതില് ഒരു അമീൻ എന്ന് പറയുന്ന ഒരു ചെറിയ കുട്ടീന്റെ കഥയാണ്. അപ്പൊ കഥ തുടങ്ങാം. ഒരു ഗ്രാമത്തിൽ അമീൻ എന്ന കുട്ടി അവന്റെ ഉമ്മയോടൊപ്പം താമസിച്ചിരുന്നു. 4ാം ക്ലാസ്സിലായിരുന്നു ഈ മിടുക്കനായ കുട്ടി പഠിച്ചിട്ടുണ്ടായത്. ഒരു ദിവസം സ്കൂളിൽ നിന്ന് അമീൻ തിരിച്ചു വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ അവൻ വിചാരിച്ചു, അവന്റെ പ്രിയ സുഹൃത്ത് അജ്മൽ ഒരാഴ്ചയായിട്ട് പനി പിടിച്ച് സ്കൂളിൽ ലീവായിരുന്നു. അപ്പൊ അവന്റെ ഉമ്മ എപ്പോഴും പറയാറുണ്ട്, രോഗികളെ സന്ദർശിക്കുന്നത് പുണ്യമാണെന്ന്. അപ്പൊ അമ്മയും വിചാരിച്ചു ഒന്ന് അജ്മലിനെ കണ്ടുവരാമെന്ന്. അങ്ങനെ അമീൻ ജലീനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോ ഒരു തോട്ടത്തിന്റെ അടുത്തൂടെ പോയി കഴിഞ്ഞാൽ മാത്രമേ അജ്മലിന്റെ വീട്ടിലെത്തും. അതൊരു നല്ലൊരു പിയർ തോട്ടമായിരുന്നു. അങ്ങനെ തോട്ടത്തിന്റെ സമീപം എത്തിയപ്പോൾ നല്ല മധുരമുള്ള പഴുത്ത പാകമായ പിയറിന്റെ മണം അമീനെ വല്ലാതെ കൊതിപ്പിച്ചു. അമീൻ തോട്ടത്തിന്റെ സമീപം അക്ഷരത്തോടെ നോക്കി നിന്നു. മരത്തിൽ നിറയെ പഴുത്ത പിയറുകൾ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നെങ്കിലും അനുവാദമില്ലാതെ ഒരു പഴം പോലും പറിക്കരുതെന്ന് അവൻ തീരുമാനിച്ചു. അവന്റെ ഉമ്മ എപ്പോഴും പറയാറുണ്ട്, അന്യന്റെ മുതൽ ചോദിക്കാതെ ഒരു ഇല പോലും പറിക്കരുതെന്ന്. അങ്ങനെ അവൻ നോക്കി നിന്ന് അല്പസമയം കഴിഞ്ഞപ്പോൾ തോട്ടത്തിന്റെ ഉടമ അവിടെ എത്തി. അമീൻ ഉടമയെ കണ്ടപ്പോൾ സത്യസന്ധമായി പറഞ്ഞു, എനിക്ക് ഇതിൽ നിന്ന് ഒരു പിയർ കഴിക്കണമെന്ന് തോന്നി. പക്ഷെ ഇത് എന്റേതല്ല, അതുകൊണ്ട് ഞാൻ ഇതിൽ ഒന്നും പറിച്ചിട്ടില്ല. ഉടമ അവന്റെ സത്യസന്ധത കണ്ട് വളരെ സന്തോഷിച്ചു. മകനെ, നിന്റെ സത്യസന്ധതയാണ് ഈ പഴങ്ങളെക്കാളും മധുരമുള്ളത് എന്ന് പറഞ്ഞ് ഏറ്റവും നല്ല പിയറുകൾ അവനക്ക് സമ്മാനമായി നൽകി. എന്നാൽ അമീൻ നന്ദിയോടെ അതിൽ നിന്നും ഒരു പഴം മാത്രം സ്വീകരിച്ചു. ശേഷം അവരോട് നന്ദി പറഞ്ഞ് അവന്റെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് നടന്നു. ക്ഷീണിതനായ തന്റെ സുഹൃത്തിന് അവൻ കൊതിയോടെ വാങ്ങിയ ആ പഴം അവന് കൊടുത്തു. സുഹൃത്തിന് വല്ലാത്ത സന്തോഷമായി. അവന്റെ വന്നതും അവനക്കൊരു സമ്മാനം കൊടുത്തതും ഒക്കെ ഭയങ്കരമായിട്ട് സന്തോഷം നൽകി. അമീൻ അങ്ങനെ കുറച്ചു സമയം അവിടെ ചെലവഴിച്ചതിന് ശേഷം അവനോട് യാത്ര പറഞ്ഞ് തിരിച്ച് വീട്ടിന് മുറ്റത്തെത്തിയപ്പോൾ സുഹൃത്തിന്റെ ഉമ്മ അവനെ വിളിച്ചു. മോനെ, ഒന്ന് നിൽക്ക്, ഇത് നിനക്കുള്ള സമ്മാനപ്പൊതിയാണ്. അവൻ ആശ്ചര്യത്തോടെ ആ സമ്മാനപ്പൊതി വാങ്ങി തുറന്നു നോക്കി. അതിൽ നിറയെ മധുരമുള്ള പലതരത്തിലുള്ള പഴങ്ങൾ. അമ്മീന് വല്ലാത്ത സന്തോഷം തോന്നി. സന്തോഷം കൊണ്ട് അവന്റെ കണ്ണ് നിറഞ്ഞു പോയി. ആ പൊതിയിൽ പാകമായ മധുരമുള്ള മാങ്ങയുണ്ട്, നല്ല ചുവന്ന ആപ്പിളുണ്ട്, നല്ല കറുത്ത മധുരമുള്ള മുന്തിരിയുണ്ട്. അവന് ഏറെ കൊതിപ്പിച്ച പിയറുകൾ കുറച്ചധികമുണ്ട്. അവൻ അമ്മയോട് നന്ദി പറഞ്ഞ് വീണ്ടും വീട്ടിലേക്ക് തിരിച്ചുപോയി. അന്ന് അവൻ മനസ്സിലാക്കി, മധുരമുള്ള പഴം ഒരു ദിവസത്തെ സന്തോഷം നൽകും, പക്ഷെ സത്യസന്ധത ജീവിതം മുഴുവൻ ബഹുമാനവും വിശ്വാസവും നൽകും. അപ്പോ ചങ്ങായിമാരെ, ഈ ഒരു കഥയിലൂടെ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായതെന്നൊന്ന് കമന്റ് ഇടണം. അതുപോലെ ഇതിന്റെ ഗുണപാഠം എന്തെന്നാൽ, സത്യസന്ധതയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത്. അപ്പോ നിങ്ങൾക്ക് ഈ ഒരു കഥ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഈ കഥയും വരയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ ഈ കഥ കേട്ടിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായി എന്നും കഥയിൽ നിങ്ങൾക്ക് കമന്റിലൂടെ എന്നോട് പറയാവുന്നതാണ്.
അപ്പോ നിങ്ങൾക്ക് ഇതുപോലുള്ള ഡ്രോയിങ്സ് ആണോ ഇഷ്ടം, അതോ കാർട്ടൂൺ ടൈപ്പ് ഡ്രോയിങ്സ് ആണോ ഇഷ്ടം എന്നും ഒന്ന് കമന്റിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോ നമുക്ക് വരയിലേക്കൊന്നും നോക്കണ്ടേ, വരേനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരണ്ടേ. അപ്പൊ ഇതില് ഞാൻ ആകെ ഉപയോഗിച്ചിട്ടുള്ളത് ഒരൊറ്റ പെൻസിൽ മാത്രമാണ്. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയ ആർട്ട് ലൈൻ എന്ന് പറഞ്ഞ ലവ് ആർട്ട് സ്കെച്ച് പെൻസിൽ എന്ന് പറഞ്ഞ ഒരു പെൻസിലിന്റെ സെറ്റ് ആണ്. ഇതിൽ 6 പീസാണ് വരുന്നത്. അതിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് 6HB പെൻസിലാണ്. അപ്പൊ ആദ്യം ഒന്ന് 6B പെൻസിൽ, 6B H പെൻസിലല്ല, HB പെൻസിലല്ല, 6B പെൻസിലാണ്. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ പെൻസിൽ ഉപയോഗിച്ചിട്ട് വരയ്ക്കാവുന്നതാണ്. ഇത് കുറച്ചും കൂടി ഡാർക്ക് ആയതുകൊണ്ടാണ് ഞാൻ കംപ്ലീറ്റ് ഇതിന് യൂസ് ചെയ്തത്. ആദ്യം ഒന്ന് ലൈറ്റ് ആയിട്ട് വരക്കുക, സ്ലോലി ആണ് വരക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ തന്നെ വരച്ചുകൊണ്ടിരിക്കുക, ജസ്റ്റ് വരച്ചു നോക്കാം. ഇതൊക്കെ ഈസിയാണ്, കാണുമ്പോൾ നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള പെൻസിൽ ഡ്രോയിങ് പോലെ തോന്നും. പക്ഷെ ഇതൊക്കെ സിമ്പിളായിട്ട്, ഹാർഡൊന്നല്ല, സിമ്പിളായിട്ട് നിങ്ങൾക്കും വരക്കാം, ഏത് കുട്ടികൾക്കും വരക്കാം. അപ്പൊ ആദ്യം പിയർ വരക്കാം, പിയറിന്റെ ബ്രാഞ്ച് വരക്കുക, അതിനുശേഷം പിയർ വരക്കുക, ലീഫ് വരക്കുക. അപ്പൊ ഞാൻ ഇവിടെ 2 ലീഫാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഹൈലൈറ്റ്. ഇതിന്റെ എപ്പോഴും നിങ്ങൾ പെൻസിൽ ഡ്രോയിങ് വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ഡോട്ട്സ്, ഹൈലൈറ്റിങ്. പെൻസിൽ ഡ്രോയിങ്ങിന് എപ്പോഴും ഭയങ്കര എന്താ പറയാ, ഭയങ്കര റിയലിസ്റ്റിക് കൊണ്ടുവരുന്നത് ഷെയ്ഡിങ് ആണ്. ഞാൻ ഭയങ്കര ഡ്രോയിങ് പഠിച്ച ആളൊന്നല്ലേ, ഞാൻ ഇതുപോലെ ചെറിയ പ്രായത്തിലെ വരച്ച് പഠിച്ച ഒരാളാണ്. അന്ന് യൂട്യൂബും കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ കണ്ട് മനസ്സിൽ തോന്നിയതൊക്കെ വരച്ച് പഠിച്ച ഒരാളാണ്. പിന്നെ ഇടയ്ക്ക് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് കയ്യിൽ നിന്ന് പോയി, ഇപ്പൊ വീണ്ടും വരക്കാൻ തുടങ്ങി. അപ്പൊ ആർട്ട് എന്ന് പറയുന്നത് റിലാക്സ് ആണ്. അപ്പൊ ഇതുപോലെ ഷെയ്ഡ് കൊടുക്കുക. ഷെയ്ഡ് കൊടുക്കുമ്പോൾ എപ്പോഴും ചെറുതാക്കി ഒരു സ്മൂത്തിങ് രൂപത്തില് ഒരു കൊടുക്കുക. പിയറിന്റെ ഷേപ്പ് എങ്ങനെയാണോ ആ ഷേപ്പിനനുസരിച്ച് ഇപ്പൊ ഞാൻ പെൻസിൽ ചെയ്യുന്നത് പോലെ നോക്കി നിങ്ങൊന്ന് ഒരു വീഡിയോ 2-3 തവണ കാണാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയാസ് കിട്ടും. കൂടെ വരക്കുക. ആദ്യം തന്നെ വരക്കാൻ ഇറങ്ങരുത്. എപ്പോഴും ഫസ്റ്റ് നിങ്ങൾ ആ ഒരു വീഡിയോ കംപ്ലീറ്റ് കാണാം, അതിനുശേഷം മാത്രം വരക്കാൻ ഇറങ്ങാം. കാരണം നമ്മൾ ഫസ്റ്റ് തന്നെ വരച്ചോണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് തെറ്റുകൾ വരും. അതിന് നല്ല ആദ്യം ഒന്നായ വീഡിയോ മുഴുവനായി ഒബ്സർവ് ചെയ്യുക, അതിനുശേഷം കൂടെ വരക്കാൻ നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഭംഗിയിൽ വരച്ചെടുക്കാൻ കഴിയും. അപ്പൊ ഇതുപോലെ ഡോട്ട്സ് എല്ലാം വരുമ്പോൾ അതിന്റെ പിയറിന്റെ ഒരു റിയലിസ്റ്റിക് മോഡലായിട്ട് വരും. അപ്പൊ ഇതുപോലൊക്കെ വരക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള കൂടുതൽ വീഡിയോ നിങ്ങൾക്ക് എന്താണ് പിന്നെ വീഡിയോസിലൂടെ വേണ്ടതെന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് വീഡിയോ മുതൽ അതുപോലെ ചെയ്യാം. ഇപ്പൊ ഞാൻ കുറച്ചായിട്ട് ഒരു 3 മാസത്തോളം ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ പിന്നെ ഞാൻ ആ സമയത്ത് കുറച്ച് സിമ്പിളായിട്ട് കിഡ്സിന്റെ ഡ്രോയിങ് ആയിരുന്നു വരച്ചത്. അപ്പോൾ എനിക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, എൻ്റെ ഫോൺ കംപ്ലൈന്റ് ആയിരുന്നു. അപ്പോൾ ആ വീഡിയോസ് ഒക്കെ ഞാൻ ഇപ്പൊ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. വലിയ ഭംഗിയൊന്നുമല്ല, ജസ്റ്റ് ഒരു അന്നേരമുള്ള വരച്ചതാണ്. അപ്പൊ എനിക്ക് കൂടുതൽ ഇഷ്ടം ഇതുപോലെ റിയലിസ്റ്റിക് ആയിട്ടുള്ളത്. പിന്നെ ഞാൻ കൂടുതൽ അങ്ങനത്തെ വരക്കുന്ന വെച്ചാൽ എൻ്റെ വീഡിയോസ് കിഡ്സ്, ചെറിയ മക്കള് കാണുന്നുണ്ട്. അപ്പൊ അവർക്കും കൂടി വരക്കണല്ലോ. എപ്പോഴും ഇതുപോലെയുള്ള ചിത്രങ്ങൾ ചെറിയ 1ാം ക്ലാസ് 2ാം ക്ലാസ് 3ാം ക്ലാസ്സിലൊന്നും പഠിക്കുന്ന കുട്ടികൾക്ക് വരക്കാൻ കഴിയില്ല. അപ്പൊ അവർക്ക് വരക്കാൻ ശ്രമിക്കാം. പൂർണ്ണമായിട്ടും വരങ്ങാൻ കഴിയില്ല എന്നല്ല പറയുന്നത്, പക്ഷേ പിന്നെ അവർക്കും കൂടി ഒന്ന് വരക്കാനുള്ള ഒരു ഗ്യാപ്പ് ഞാൻ കൊടുക്കണമല്ലോ. അപ്പോൾ കുറച്ച് വീഡിയോസ് അവർക്ക് വേണ്ടിയിട്ടുള്ള ഞാൻ ചെയ്തു വെച്ചതാണ്. അപ്പൊ അങ്ങനെ ആ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവർ അത് കാണാം, ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവർ ഇങ്ങനെ കാണാം. അപ്പൊ ഞാൻ ഇപ്പൊ ഡെയിലി വീഡിയോസ് ഇടാറുണ്ട്. ഈ ഒരു മന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കുറച്ചും കൂടെ അപ്ഡേഷൻ വോയിസ് ഓവർ കൊടുക്കാവുന്നതാണ്. കാരണം ഞാൻ ഓൾറെഡി എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്ത്, അപ്പൊ എനിക്ക് വോയിസ് ഓവർ കൊടുക്കാനുള്ള ടൈം കിട്ടിയില്ല. അപ്പൊ ഇനി ഞാൻ ന്യൂ ആയിട്ട് എടുക്കുന്ന വീഡിയോസിന് ഞാൻ വോയിസ് ഓവർ കൊടുക്കാം. അപ്പോ കൂടുതൽ ഞാൻ പറഞ്ഞു വെറുക്കുന്നില്ല. അപ്പൊ വീഡിയോസ് മുഴുവനായിട്ട് കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോ ഞാനിവിടെ എന്റെ വോയിസ് ഓവർ തന്നെയാണ് സ്റ്റോപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത്. വീഡിയോ മുഴുവനായിട്ട് കണ്ട് നിങ്ങൾ വരച്ച് കൊടുക്കാം. എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, കണ്ണൂർ എന്ന് പറഞ്ഞിട്ട്.
അപ്പൊ അതിനെ കമന്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വരച്ചതൊക്കെ എനിക്ക് അതിലൊന്ന് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കാണും. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാൻ വരച്ച ഒരു ചിത്രങ്ങൾ മറ്റുള്ളവർ വരച്ചിട്ട് ഒരു ഇൻസ്പിറേഷൻ ആവുന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ഒന്നും പറയുന്നില്ല. ഞാൻ വലിയ ആർട്ടിസ്റ്റ് ഒന്നല്ല, എനിക്ക് കഴിയുന്നത് പോലെ തന്നെ വരക്കുന്നുണ്ട്. അങ്ങനെയാണ് എല്ലാവരും ബിഗിനേഴ്സ് വരച്ച് വരുന്നത്. പിന്നെ ആർട്ട് എന്ന് പറയുന്നത് ഒരു ലൈഫിൽ ഒരു റിലാക്സേഷൻ തരുന്നൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും പിന്നെ വരച്ചോണ്ടിരിക്കുക. അപ്പോൾ ആദ്യം വര നന്നാവില്ല, രണ്ടാമത് നന്നാവില്ല. കാരണം വരാന്ന് പറയുന്നത് നമ്മുടെ കൈ വഴങ്ങുന്നത് ഒരുപാട് വർഷം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ്. എൻ്റെത് എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് വന്നൊരു വരയല്ല. ഞാൻ ചെറിയ പ്രായം മുതലേ വരക്കാൻ തുടങ്ങിയ ഒരാളാണ്. ഏകദേശം നന്നായിട്ട് വരച്ചോണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ സ്റ്റോപ്പ് ചെയ്ത് പിന്നെ അതിൽ ഫോക്കസ് ചെയ്യാണ്ടിരുന്നു. പിന്നെയും കുറേ വർഷത്തിന് ശേഷം ഞാൻ റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം കൈ വഴങ്ങുന്നില്ല, എല്ലാ ബേസും ഞാൻ മറന്നുപോയി. അപ്പം വീണ്ടും ഞാൻ എൻ്റെ ഒരു യൂട്യൂബിന് വേണ്ടി ആയിരുന്നില്ല ഞാൻ രണ്ടാമത് എൻ്റെ വര സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ എൻ്റെ ആ ഒരു കഴിവിനെ നശിപ്പിക്കുന്നുണ്ടോ എന്നുള്ളൊരു ബോധം വന്നപ്പോൾ, കാരണം അതൊക്കെ ഓരോരാൾക്ക് കിട്ടുന്നൊരു കഴിവാണ്. കാരണം ഞാൻ വരക്കാൻ പഠിച്ച ഒരാളല്ല. അപ്പൊ എനിക്ക് ജന്മലാ കിട്ടിയ ഒരു കഴിവിനെ ഞാനായിട്ട് നശിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു ഞാൻ അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. പ്രാക്ടീസ് അല്ല, ഞാൻ നോക്കി വരക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു വർഷം ഞാൻ നന്നായിട്ട് പരിശ്രമിച്ചു. എനിക്ക് അതൊന്നും കഴിവഴങ്ങുന്നേ ഉണ്ടാക്കിയില്ല. പിന്നെ വരച്ചു. ഒരു വർഷത്തിന് ശേഷം ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ട് എൻ്റെ ഈ ഒരു വര ഞാനൊരു പിന്നെ ഒരു ബുക്കിൽ മാത്രം ഒതുക്കുന്നത്. അത് കണ്ട് 2-3 പേർക്കെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ആവുന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും ബെറ്റർ. അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ വരച്ചുകൊണ്ടിരുന്ന സമയത്ത് പിന്നെ കുറേ ആൾക്ക് ക്രാഫ്റ്റ് വീഡിയോ വേണോ എന്ന് പറഞ്ഞു. അങ്ങനെ ക്രാഫ്റ്റിലേക്ക് കടന്നു. പക്ഷേ എനിക്ക് ക്രാഫ്റ്റിനേക്ക് ഞാൻ കാട്ടി ഇഷ്ടം കുറച്ചും കൂടി വരക്കലായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് എന്നിട്ട് കളറിങ് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ വീണ്ടും എനിക്ക് മുമ്പേ പെൻസിൽ ഡ്രോയിങ്സിനോടാണ് കുറച്ചും കൂടി കമ്പം ഉണ്ടായത്. അതിൻ്റെ ഷെയ്ഡിങ് കൊടുക്കുന്നതും റിയലിസ്റ്റിക് ആയിട്ട് വരക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു വീണ്ടും ഞാൻ ഫസ്റ്റ് എൻ്റെ യൂട്യൂബ് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് എൻ്റെ ലോങ് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഞാൻ ഫുൾ പെൻസിൽ ഡ്രോയിങ്സ് മാത്രമേ വരച്ചിട്ടുണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും വിചാരിച്ചു ഷോർട്സ് കുറച്ച് കളർഫുൾ ആയിട്ട് കിഡ്സിന് കാണാൻ പറ്റുന്ന, കാരണം അവർക്ക് ഈ എന്താ പറയുക ലോങ് വീഡിയോ ഒന്നും കാണാനുള്ള സമയം ടൈമിങ് ഇല്ലല്ലോ. അപ്പോൾ അവർക്ക് ഷോർട്സിലൂടെ ചെറിയ ചെറിയ വീഡിയോസ് ചെയ്യാമെന്നും വരക്കാൻ ഇഷ്ടമുള്ള ഇങ്ങനെയുള്ള കൂട്ടുകാർക്ക് ലോങ് വീഡിയോയിൽ നല്ലൊരു പെൻസിൽ ഡ്രോയിങ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടും അവർക്ക് ഷെയ്ഡിങ് മനസ്സിലാകുന്ന രൂപത്തിലും എന്നാൽ ആവുന്നത് പോലെ തന്നെ വരച്ച് പഠിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മുതൽ പിന്നെ ഈ ഒരു മാസം ഞാൻ കുറച്ച് ബിസി ആയിരിക്കും. അപ്പോൾ പരമാവധി എനിക്ക് ഇടാൻ പറ്റുന്ന രൂപത്തിൽ ഞാൻ വീഡിയോസും ഒക്കെ ഇടാം. അപ്പോൾ 2-3 പേര് പറഞ്ഞു വോയിസ് ഇട്ടിട്ട് ചെയ്യാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇത്രയും ലോങ് വീഡിയോസിന് ഇത്രയും വോയിസ് ഇടാനില്ല എന്താ റീസൺ എന്നില്ല എനിക്ക് പറയാം. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ലൊരു സ്റ്റോറീസൊക്കെ പറഞ്ഞ് ഒരു ഡ്രോയിങ് എല്ലാം ആകുമ്പോൾ നിങ്ങൾക്കും വരക്കുമ്പോൾ ഒരു എന്താ പറയുക ഒരു പുതിയ സ്റ്റോറി കേൾക്കുന്ന രൂപത്തിൽ നിങ്ങൾക്ക് വരക്കാമല്ലോ. അപ്പോൾ ഞാൻ ശ്രമിക്കാം ഇതുപോലെ മുമ്പോട്ട് പോകാൻ. അപ്പോൾ പെൻസിൽ ഡ്രോയിങ് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ഇതുപോലെയുള്ള ഡ്രോയിങ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ല, അവർക്കൊക്കെ ഇതൊക്കെ അയച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അപ്പോൾ നമ്മുടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ചിത്രം റെഡി ആയിരിക്കുന്നു. വേറൊരു വീഡിയോ ആയിട്ട് വരാം.